മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ശബരിമല സ്വർണ്ണക്കടത്തിൽ SITക്ക് വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെയെന്നാണ് വ്യവസായിയുടെ മൊഴി. ഉരുപ്പടികൾ ഡി മണി വഴി വിദേശത്തേക്ക് കടത്തിയെന്ന് സംശയമുണ്ടെന്നാണ് മൊഴി. ഡി മണിയുടെ ഫോൺ നമ്പർ നൽകിയത് വിദേശ വ്യവസായിയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. വിനോദ്, ഈ ഡി മണി ഈ SITക്കുള്ള ആശയക്കുഴപ്പം ഇയാളുടെ മൊഴികളിലെ അവ്യക്തതയാണ്. അതായത് ഇയാളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള തെളിവുകൾ കിട്ടാത്തതാണ്. അതേതാണ്ട് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് SIT എന്ന് മനസ്സിലാകുന്നു. ആ ശ്രമം എത്രത്തോളം വിജയം കണ്ടിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി മണി എന്ന നിലയിൽ SIT ആദ്യം ഡിണ്ടിഗൽ സ്വദേശിയുടെ അടുത്ത് എത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ഡി മണി അല്ല എന്ന കാര്യമാണ് ഈ ഡിണ്ടിഗൽ സ്വദേശിയായ തമിഴ്നാട് വ്യവസായി പറഞ്ഞത്. പക്ഷേ നേരത്തെ SITക്ക് മൊഴി നൽകിയ മലയാളിയായ വ്യവസായിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇയാൾ തന്നെയാണ് ഡി മണി. നേരത്തെ ചില വിവരങ്ങൾ വന്നത് ഡയമണ്ട് മണി എന്നതാണ് ഈ ചുരുക്കപ്പേരായി ഡി മണി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയല്ല, ദാവൂദ് മണി എന്നാണ് ഇയാൾ ഈ ലോഹ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നതെന്ന പുതിയ വിവരമാണ് വരുന്നത്. മാത്രമല്ല, ഈ ശബരിമലയിലെ ഉരുപ്പടികൾ നേരത്തെ ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി എന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അങ്ങനെ ശബരിമലയിൽ നിന്നുള്ളത് പഞ്ചലോക വിഗ്രഹങ്ങളല്ല. നമ്മൾ നേരത്തെ ഈ കേസിൻ്റെ തുടക്കത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ പാളികളും മറ്റ് അമൂല്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇടപാടിന് വേണ്ടി തന്നെയാണ് ആദ്യം സമീപിച്ചതെന്ന് SITക്ക് മൊഴി നൽകിയ മലയാളിയായ വ്യവസായി പറയുന്നു. എന്നാൽ അതിൽ താൻ താല്പര്യം കാണിച്ചില്ല. തുടർന്ന് ഡി മണി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഇടപാട് നടത്തിയത്. ഈ ഉരുപ്പടികൾ കൈമാറിയത് തിരുവനന്തപുരത്താണെന്ന ചില വിവരങ്ങൾ കൂടി മൊഴിയുടെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മലയാളിയായ വ്യവസായി ഈ കേസിലേക്ക് എത്തുന്നത് തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇങ്ങനെ ഒരു വ്യവസായിക്ക് ഈ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരമുണ്ട് എന്ന് SIT അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളിയായ വ്യവസായിയിൽ നിന്ന് SIT മൊഴി രേഖപ്പെടുത്തിയതും പിന്നീട് ഡിണ്ടിഗലിലെ തമിഴ്നാട് വ്യവസായിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ നമ്പർ കൈമാറിയത്, ഡി മണിയുടെ ഫോൺ നമ്പർ കൈമാറിയത് മലയാളിയായ വ്യവസായിയാണ്. ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് SIT സംഘം അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഡിണ്ടിഗലിലെത്തുന്നതും കൃത്യമായി ഈ ആളിനെ ട്രേസ് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മറ്റൊരു മണിയുണ്ട് എന്ന കാര്യമാണ് SITക്ക് മുന്നിലെത്തിയ ആൾ പറഞ്ഞത്. മാത്രമല്ല, അയാളുടെ ഫോൺ സിം താൻ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ടാണ് തെറ്റിദ്ധരിച്ച് അന്വേഷണ സംഘം തന്നിലേക്ക് എത്തിയതെന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിട്ടുള്ള തമിഴ്നാട് വ്യവസായി പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇയാൾ അവിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ അന്വേഷണത്തിൻ്റെ പേരിൽ തന്നെ വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ജീവനൊടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒളിച്ചു കളിയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നമ്മൾ തമിഴ്നാട്ടിലെ പ്രതിനിധികളുമായി ബന്ധപ്പെടുമ്പോൾ ഇയാൾ തന്നെയാണ് ഡി മണി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവർക്കും മറ്റേതെങ്കിലും ഒരാൾ ഉള്ളതിനെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകൻ എന്ന ഡി മണി ഇയാൾ തന്നെയാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ബാലമുരുകൻ ഇങ്ങനെയൊക്കെ പല പേരുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും MS മണിയാണ് താൻ എന്ന് ഇയാൾ വിശദീകരിക്കുമ്പോഴും ഡി മണി തന്നെയാണ് ഇയാളെന്ന കാര്യമാണ് ഇപ്പോൾ മലയാളിയായ വ്യവസായി സ്ഥിരീകരിക്കുന്നത്. 4-നോ 5-നോ എത്താനാണ് നേരത്തെ SIT നിർദ്ദേശിച്ചിരുന്നതെങ്കിലും അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്തിയേക്കും. ഇത് സംബന്ധിച്ച് SIT ഇയാൾക്ക് സന്ദേശം കൈമാറിയെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡി മണി നാളെ തിരുവനന്തപുരത്ത് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇയാൾക്ക് കാലതാമസം ലഭിച്ചാൽ, അതായത് ഹാജരാകുന്നതിനുൾപ്പെടെ കാലതാമസം ഉണ്ടായാൽ ഈ കേസിൽ തെളിവ് നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ണികൾ ഒളിവിൽ പോകുന്നതിനും ഒരുപക്ഷെ രാജ്യം വിടുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാകണം SIT വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ വിനോദ്. അതായത് ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി അഭിപ്രായപ്പെട്ടത് ഉന്നതങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല, മറ്റ് തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ഡി മണിയിലും ഇതിൻ്റെ വിദേശ ബന്ധത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അന്വേഷണമാണല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട്. മറ്റ് ആളുകളിലേക്ക് ഈ സ്വർണ്ണക്കടത്തിൻ്റെ യഥാർത്ഥ മറ്റ് വസ്തുതകളിലേക്കൊന്നും കടക്കാതെ പോകുന്നതിനെ അതെങ്ങനെ കോടതിയിൽ സാധൂകരിക്കാനാകും SITയുടെ ശ്രമം? കാരണം രമേശ് ചെന്നിത്തല നടത്തിയൊരു വെളിപ്പെടുത്തലാണ്, അതിൻ്റെ ഭാഗമായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വ്യവസായി ചില കാര്യങ്ങൾ മൊഴിയായി നൽകുന്നു. അതിനനുസരിച്ചുള്ള അന്വേഷണം പോകുമ്പോൾ ഇതിൻ്റെ മറ്റു തലങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്തൊരവസ്ഥ കൂടി ഉണ്ടല്ലോ. രഞ്ജിത്ത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലവിധ പ്രതിസന്ധികൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഒന്ന്, ഈ ഡി മണി എന്ന ആളിനെ കണ്ടെത്തുകയും എന്നാൽ
ഇയാൾ പറയുന്നു താനല്ല ഡി മണി എന്ന് പറയുന്നു, മറ്റൊരാളാണ് അയാളുടെ സിമ്മാണ് തൻ്റെ കൈവശമുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ചോദ്യം ചെയ്യുന്നതിനോ ഒരുപക്ഷെ അയാളാണെങ്കിൽ അത് സ്ഥിരീകരിച്ച് അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകുന്നതിനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയാൾ ഡിണ്ടിഗലിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇയാളാണ് യഥാർത്ഥ ആളെങ്കിൽ അങ്ങനെ അയാളെ തുടരാൻ വിടുന്നത് ഈ കേസിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വലിയ ഉന്നത ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ തെളിവുകൾ നശിപ്പിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും അല്ലെങ്കിൽ ഇവിടെ നിന്ന് രാജ്യം വിടുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അത് ഈ കേസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഏതായിരുന്നാലും അടുത്ത ദിവസം തന്നെ ഇയാൾ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് എത്തിയേക്കും. അതിനുവേണ്ടിയുള്ള നടപടികൾ SIT സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അയാൾ വരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. താനല്ല ഡി മണി എന്ന നിലപാടിൽ അയാൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കേരള പോലീസിനെ സംബന്ധിച്ച് ഇത് പരിമിതിയുണ്ട്. കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ള കാര്യമാണെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ ഇടപെടൽ. ED ഇതിനകം തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി അവിടെ അപേക്ഷ സമർപ്പിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി CBI ഈ കേസിൽ വരണം എന്നതാണ് ഒരാവശ്യമായി ഉയർന്നു വരുന്നത്. ഇത് സംബന്ധിച്ച് BJP സംസ്ഥാന ഘടകം ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ അവർ ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമായിരിക്കും വരാൻ പോകുന്നത് എന്നത് ഉറപ്പാണ്. മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ 2 പേർ അവരുടെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടെങ്കിലും അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഹാജരായിരുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷ അവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടായ ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താമെന്ന ഒരു തീരുമാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ചെയ്യലും മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട്. കാരണം 2 ADGPമാർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന നിലയുണ്ടായി. BJP നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഇത് സർക്കാരിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു അന്വേഷണമല്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിശിതമായി SIT വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വൻ സ്രാവുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല എന്നൊരു ചോദ്യമാണ്. സാഹചര്യം ഏതായാലും വിദേശ വ്യവസായിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഡി മണിയുമായുള്ള ബന്ധം, അത് ഈ സ്വർണ്ണക്കടത്തിന് ഇയാളുടെ പങ്കാളിത്തം അത് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് SIT എന്ന് വേണം മനസ്സിലാക്കാൻ.